Hey guys, welcome back to NKL. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ഗ്ലിച്ച് ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ്മോഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ കുറച്ച് ബീറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ട്രാൻസിഷൻ കൊടുക്കേണ്ട ആ ഒരു പ്ലേസിലായിട്ട് വന്നിട്ട് ഇതേപോലെ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. 3 ഡോട്ടിൽ വന്ന ശേഷം നമ്മൾ സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുത്ത ശേഷം ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ 2 ക്ലിപ്പും വന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് ഈ ഒരു പോർഷൻ വരെ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ വേണ്ടു. സോ ഈ ഒരു രീതി കറക്റ്റ് കട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സെൻറ്ററിലായിട്ടും വന്നിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, FXൽ വരിക, ആഡ് FXൽ വരിക. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആണ്. കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എഗെയിൻ ആഡ് FXൽ വരിക. നമ്മൾ അടുത്തത് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇതേപോലെ കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റിലെ കീ ഫ്രെയിം 0 തന്നെയാണ്. അത് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ -100, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ബാക്ക് വരിക. ദെൻ എഗെയിൻ നമ്മൾ ആഡ് FXലേക്ക് വന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഓഫ് സെറ്റിൽ 2 കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. സോ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെ സെറ്റ് ചെയ്യുക. രണ്ടാമതായിട്ടുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ അതിൽ എക്സിൻ്റെ വാല്യൂ വന്ന് ഒരു 300ലേക്ക് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. സോ ഇതിൽ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഒന്ന് ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു എഫക്റ്റിലും കൂടെ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു 3 എഫക്റ്റ് ഇതേപോലെ കോപ്പി ചെയ്യുക. അത് മീൻസ് അടുത്ത ആ ഒരു റെക്റ്റാങ്കിൾ വന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇതിൽ നമ്മൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണം. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിലേക്ക് വന്ന ശേഷം നമ്മൾ ഫസ്റ്റുള്ള കീ ഫ്രെയിം എൻഡിലേക്കും എൻഡിലുള്ള കീ ഫ്രെയിം ഫസ്റ്റിലേക്കും സെറ്റ് ചെയ്യുക. സോ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക. ഇവിടെ 300 ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ -300ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറയുമ്പോൾ 0 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സാച്ചുറേഷൻ്റെ കാര്യത്തിലും നമ്മൾ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്നിട്ട് -100. ഓക്കെ, എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0. സോ ആ ഒരു റേഞ്ചിൽ കറക്റ്റായിട്ട് കീ ഫ്രെയിംസ് മാറ്റി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തതാണ്. ഈ ഒരു രീതിക്കുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ആ ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ആ ഒരു വൈറ്റ് ബാർ ട്രാൻസിഷൻ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു പോർഷനിൽ വരിക, നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ വൈറ്റ് ബാർ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ വൈറ്റ് കളർ സെറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഒരു പോർഷനിൽ വന്നിട്ട് കറക്റ്റായിട്ട് കട്ടും ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എഡിറ്റ് ഷേപ്പിൽ വരിക. അതായത് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഓക്കെ, ഇതിൽ സൈസ് എക്സിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 72, അതായത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 70 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്ര ലെങ്ത്തിലാണ് ഞാൻ എടുക്കുന്നത്. ദെൻ നമ്മൾ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്താൽ ഈ ഒരു രീതിക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെൻറ്ററിലൊരു കീ ഫ്രെയിം, അതുപോലെ എൻഡിലായിട്ടൊരു കീ ഫ്രെയിം. സോ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, ആ ഒരു കീ ഫ്രെയിം എൻഡിൽ സെറ്റ് ചെയ്യുക. അതുപോലെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂം 0. സോ അത് ഫസ്റ്റായിട്ടും സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് സെൻറ്ററിലുള്ള മാത്രം 100, ബാക്കി രണ്ടും 0. അപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം ബാക്ക് വരിക. ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, FXൽ ആഡ് FX വരിക. ഇതിൽ നമുക്ക് സ്കാറ്റർ റിപ്പീറ്റ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൗണ്ട് പറഞ്ഞാൽ 20 ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 1ലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു കൗണ്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് അടുത്തതായിട്ട് റേഡിയസ് ഉണ്ടാവും. റേഡിയസ് ഒന്നൊരു 500 മുകളിലേക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 550 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതും വന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 3ലേക്കൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്യുക. സോ ആ ഒരു വാല്യൂ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, കറക്റ്റായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻസ് അത് അതിനെക്കാട്ടി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം. ഓക്കെ, ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഹാഫ് ടോൺ എഫക്ട്സ് അതേപോലെ ഒരു സ്ക്യൂസ് എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ദെൻ നമ്മളിത് വന്ന് ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 0.50 വരെ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഇതിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എഗെയിൻ ആഡ് എഫക്ട്സിൽ വന്നിട്ട് സ്ക്യൂസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക.
സ്ക്യൂസ് എഫക്റ്റിലും വന്ന് നമ്മൾ എന്ത് ചെയ്യുക 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, അത് നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -50 കറക്റ്റ് സെറ്റ് ചെയ്യുക. -0.50 ആ ഒരു വാല്യൂയിലേക്ക് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു കീ ഫ്രെയിം വന്ന് ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ലെയർ ആ ഒരു റെക്റ്റാങ്കിൾ അങ്ങനെ ഇതേപോലെ കോപ്പി ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ നിന്നില്ല, അതായത് 0.50 അതിൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിട്ട് ഇതേപോലെ കറക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ട് സ്ക്യൂസ് എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ആഡ് എഫക്ട്സിൽ വന്നിട്ട് ഹാഫ് ടോൺ ഡോട്ട്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എമൗണ്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 65 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 0.250 ആണ് കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ താഴേക്ക് വന്നാൽ ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ലെയറിലേക്ക് വരിക. അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വന്ന ശേഷം ഗോഷ്യൻ ബ്ലർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതുപോലെ എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതേപോലെ 0 ആക്കുക. ദെൻ എൻഡിലുള്ള കീ ഫ്രെയിം നമ്മൾ നോർമലി കൊടുക്കുന്നതിനെ സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഗ്ലിച്ച് എഫക്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.